ഇത് ഒരു അപാര ടേസ്റ്റിന് ഇട്ടത് കായ നോക്കുമ്പോ ഒന്നും തൊലി പൊളിക്കാനോ ഒന്നും ഒഴിവാക്കാനോ ഒന്നുമില്ല. ഇതിന് കായ പഴുത്തതിന് ശേഷം നമ്മൾ എടുക്കുക, കഴുകുക, കഴിക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. പെരും ടേസ്റ്റാ. തുർക്കിന്റെ അത്തി എന്ന് പറഞ്ഞ് നഴ്സറിയിൽ നിന്ന് കണ്ടപ്പോ ഇത് നമുക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. ഈ അത്തി എന്ന് പറഞ്ഞാൽ കാട്ടത്തി പോലത്തെ ഒരു സാധനം, എന്തോ ഒരു സംസ്കരിച്ച് എടുത്താൽ വരെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് നമുക്ക് അത്തിമരം ചോദിച്ചാൽ നഴ്സറിയിൽ നിന്ന് കിട്ടുക. ഇത് നഴ്സറിക്കാർ പറഞ്ഞു ഇതുമ്പോൾ തന്നെ കായ പഴുപ്പ് കളർ മാറും, വയലറ്റ് കളർ വരും. ആ സമയത്ത് പഴുക്കാണ്. ആ പഴുത്ത സമയത്ത് നിങ്ങൾ എടുത്തിട്ട് കഴുകി നേരെ തിന്നാൽ മതി. തോൽ ഒഴിവാക്കാനോ വേറുള്ളതോ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് മനസ്സിലാവും. ഒരു കായ തിന്നാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഈ ചെടിക്ക് കൊടുത്ത പൈസന്റെ ഇത് മുതലായി നിങ്ങൾക്ക് ബോധ്യമാവും. നിങ്ങൾ കൊണ്ടേക്കോടെ അറിഞ്ഞത് സൽക്കരിച്ചപ്പോൾ നമ്മൾ 2 തൈ വാങ്ങിയതേനി. അത് മുതലായി ഒരു കായ ഞങ്ങൾക്ക് പഴുത്ത് കിട്ടി. ആ പറഞ്ഞ പോലെ തന്നെ അപാര ടേസ്റ്റാണ്. എന്തായാലും ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. വലിയ തീരെ സ്ഥലം വേണ്ട. ഇതാ തടിനെ കായ തുടങ്ങണതാ. കമ്പടം വെച്ചാൽ കമ്പടത്തുമ്പൊന്നും കായതാ. ഫുള്ള് കായ വരികയാണ്. എല്ലാ കണ്ണീരും കായ. ഈ ഡ്രമ്മില് നമ്മളിപ്പോ ആകെ കുറച്ച്, അതായത് സ്ഥലം ഇല്ലാത്തവർക്ക് പോലും അപ്പൊ ഈ പറയണ ഈ അത്തി നടുന്നതിന് വേറെ ബുദ്ധിമുട്ടുകളില്ല. ആർക്കും ചെയ്യാം. ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ മണ്ണ് നിറച്ചപ്പോ എന്തൊക്കെയാ ചെയ്തത്? മണ്ണ് നിറച്ചപ്പോ തന്നെ ഈ മണ്ണ് തറക്കാതെക്കാൻ വേണ്ടിട്ട് കുറച്ച് ചൈരിന്റെ കമ്പോസ്റ്റ് നമ്മൾ അത് അതിൽ മിക്സ് ചെയ്ത് മണ്ണിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തു. പിന്നെ ചാണകപ്പൊടി, കോഴിവളം, പിന്നെ ആട്ടുംകാട്ടം പൊടിച്ചത്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത മണ്ണാണ് അതിൽ നിറച്ചിട്ടുള്ളത്. അതൊരു വർഷത്തേക്ക് ഒന്നും ഞാൻ അതിൽ ചെയ്യണ്ട. അതിനുള്ള കൊടുത്താണ്. വേറെ നമ്മൾ രാസവളങ്ങൾ ഒന്നും ഇട്ടിട്ടില്ല. ഒന്നും തൊടിക്കണ്ട. രാസവളം ഇട്ടാൽ ചിലപ്പോൾ ഇതിന്റെ അടിയത്തെ ഇലകൾ പോയാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഞാൻ നിറം മാറിയത് ഞാൻ പറിച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് ഒരു നിറം മാറിയാലും ഞാൻ ഇതിൽ നിർത്തൂല. ഏത് ചെടി വരും അതപ്പൊ പറിച്ച് ഒഴിവാക്കും. അങ്ങനെ എടുത്ത് ഒഴിവാക്കിയത് മൂപ്പള്ളി ഒഴിവാക്കിയതാണ് ഈ കാണുന്നത്. അല്ലാതെ അതിന്റെ ഇലക്കെ പോകാൻ തുടങ്ങും. പിന്നെ പട്ടാളിക്കും വീണ്ടും വികസിച്ച് വലിയ മരായി വന്നാലും നമുക്ക് ഇവിടെ സ്ഥലവും സൗകര്യം ഒന്നുമില്ല. അപ്പൊ അത്ര കാഴ്ചകളൊന്നുമില്ല. ഇതിപ്പോ എല്ലാ കണ്ണിനും കായണ്ടേ. അപ്പൊ എന്തായാലും വീട്ടുമുറ്റത്ത് സ്ഥലമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ നടാൻ പറ്റുന്ന നല്ല ഒരു ചെടി തന്നെയാണ്. ഉള്ള സ്ഥലം മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക. പൈസ കൊടുത്ത് വലിയ വിലയ്ക്കൊന്നും നമ്മൾ ഈ അത്തി എന്താ പറയാ സംസ്കരിച്ചത് വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല. ഇത് വാങ്ങുകയാണെങ്കിൽ നേരിട്ട് ഈ നീല കളറാവുന്നതോടുകൂടി തന്നെ നമുക്ക് പൊട്ടിച്ച് കഴിക്കാം. വേറെ ഇനാണ് അത്തി തന്നെ. പക്ഷെ ഇത് സംസ്കരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കായ പഴുത്തിന് ഉറപ്പായാലും കഴുകുക, എടുക്കാത്ത വേറൊരു പണിയില്ല. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ടേസ്റ്റ് ഫ്രൂട്ടിന്റെ കൂടുതൽ നമ്പർ 1 കൂടുതൽ ഒന്നിലെണ്ണ ഈ സാധനം. അത്രയും ടേസ്റ്റാ. വളരെ ചിന്ന സാധനമല്ല, ടേസ്റ്റ് ആസ്വദിക്കാം. അതാ അറിഞ്ഞു. അല്ല ഇതിങ്ങനത്തെ ഒരു 5-10 എണ്ണൊക്കെ നട്ടു കഴിഞ്ഞാല് നമുക്ക് എന്തായാലും നമുക്ക് കിട്ടും ഇടയ്ക്കിടയ്ക്ക്. ഉറപ്പാണ്. നിറയെ കായല്ലേ കണ്ടാ, കമ്പത്തുമ്പലൊക്കെ കായതാ. എന്തായാലും ഒരെണ്ണെങ്കിലും എല്ലാവരും സ്വന്തം വീട്ടുമുറ്റത്ത് വെക്കാൻ നോക്കുക. ഇത് ഇതേ പറഞ്ഞ പോലെ അസംകുട്ടിയൊക്കെ പറഞ്ഞ പോലെ പെരും ടേസ്റ്റ് എന്ന് പറഞ്ഞത് എന്തായാലും ഉണ്ട് എന്നുള്ളത് നമുക്ക് നട്ട് വളർത്തി അതിനെ കായ്പിച്ച് അത് പഴുപ്പിച്ച് നമുക്കും തിന്നു നോക്കാം. ഒരു മാസം കൊണ്ട് തന്നെ കായ വരാൻ തുടങ്ങിയാണ്. നട്ടൊരു മാസം കൊണ്ട് തന്നെ. ഇപ്പൊ ഇതിന് 5 മാസം മുമ്പായിട്ടുള്ളൂ. കായ നിറഞ്ഞു. 5 മാസം നമ്മൾ മേടിച്ചിട്ടായിട്ടുള്ളൂ. അതില് ഒരു മാസം കഴിഞ്ഞുകൊണ്ട് കായ വരാൻ തുടങ്ങിയപ്പോ ഏകദേശം ഈ കായകളൊക്കെ മുപ്പായതാണ്. ഇതിന്റെ അടിയിൽ നിന്ന് ഒറ്റൊന്ന് മാത്രമേ നമുക്ക് പറിക്കാൻ കിട്ടുള്ളൂ. ഇത് പഴുത്താഴ്ച പഴുക്കും. ഇത് പിന്നെ ഇത് പഴുക്കും. അങ്ങനെ ഇത് പഴുക്കാൻ തുടങ്ങും. അപ്പൊ എന്തായാലും ഒരു 10-50 കായോളം ഉണ്ട്. നിലവിലുണ്ട്. 50 കായോളം. ഓക്കെ.